ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 20 അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അനന്തരം മോശെ കാദേശിൽ നിന്ന് ഏദോം രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് പറയിച്ചത്, നിന്റെ സഹോദരനായ ഇസ്രായേൽ ഇപ്രകാരം പറയുന്നു, ഞങ്ങൾക്കുണ്ടായ കഷ്ടതയൊക്കെയും നീ അറിഞ്ഞിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ പോയി ഏറിയ കാലം പാർത്തു. മിസ്രൈമ്യർ ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും പീഡിപ്പിച്ചു. ഞങ്ങൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ അവൻ ഞങ്ങളുടെ നിലവിളി കേട്ട് ഒരു ദൂതനെ അയച്ച് ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഞങ്ങൾ നിന്റെ അതിരിങ്കലുള്ള പട്ടണമായ കാദേശിലെത്തിയിരിക്കുന്നു. ഞങ്ങൾ നിന്റെ ദേശത്തുകൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഞങ്ങൾ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ കയറുകയില്ല, കിണറ്റിലെ വെള്ളം കുടിക്കുകയുമില്ല. ഞങ്ങൾ രാജപാതയിൽ കൂടി തന്നെ നടക്കും. നിന്റെ അതിർ കഴിയും വരെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരികയില്ല. ഏദോം അവനോട്, നീ എൻ്റെ നാട്ടിൽ കൂടി കടക്കരുത്, കടന്നാൽ ഞാൻ വാളുമായി നിന്റെ നേരെ പുറപ്പെടും എന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ മക്കൾ അവനോട്, ഞങ്ങൾ പെരുവഴിയിൽ കൂടി പോയിക്കൊള്ളാം. ഞാനും എൻ്റെ കന്നുകാലിയും നിന്റെ വെള്ളം കുടിച്ചു പോയാൽ അതിൻ്റെ വില തരാം. കാൽനടയായി കടന്നു പോകണമെന്നല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ കടന്നു പോകരുത് എന്ന് പറഞ്ഞു. ഏദോം ബഹുസൈന്യത്തോടും ബലമുള്ള കൈയോടും കൂടെ അവൻ്റെ നേരെ പുറപ്പെട്ടു. ഇങ്ങനെ ഏദോം തൻ്റെ അതിരിൽ കൂടി കടന്നു പോകുവാൻ ഇസ്രായേലിനെ സമ്മതിച്ചില്ല. ഇസ്രായേൽ അവനെ വിട്ട് ഒഴിഞ്ഞുപോയി. ഏദോം ഏശാവിൻ്റെ മറ്റൊരു പേരാണ്. എന്നുവച്ചാൽ ഇസ്രായേൽ മക്കളുടെ പിതാവായ ഇസ്രായേൽ യാക്കോബിൻ്റെ സഹോദരനായ ഏശാവിൻ്റെ മക്കളായിരുന്നു ഏദോമ്യർ. ഏദോമ്യരുടെ നാട് ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കില്ല എന്ന് ദൈവം പറഞ്ഞിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അതിലെ കടന്നു പോയാൽ മതി, നിങ്ങൾക്കുള്ള ദേശം പാലസ്തീന് അല്ലെങ്കിൽ കനാൻ നാടാണ് എന്ന് പറഞ്ഞിരുന്നു. ഏദോം, അതായത് ഏശാവിൻ്റെ മക്കൾ, അവർ വളരെയധികം പ്രോസ്പെറസ് ആയിരുന്നു. അവർ ധനികരായി, അവർക്ക് ധാരാളം സ്ഥലമുണ്ടായിരുന്നു, അവർ ബുദ്ധിമാന്മാരായിരുന്നു, മിടുക്കരായിരുന്നു. അതുകൊണ്ട് അവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായിരുന്നു. എന്നാൽ അതേ സമയത്താണ് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളായി പോയത്. ആ കാര്യത്തിൽ ഏദോമ്യർക്ക് വലിയ ദുഃഖമൊന്നുമില്ലായിരുന്നു. അത് അവരുടെ പെരുമാറ്റം കണ്ടാൽ അറിയാം. നമുക്കറിയാമല്ലോ, ഏശാവിന് യാക്കോബിനോട് ദേഷ്യമുണ്ടായിരുന്നു. ദൈവം വളരെ അത്ഭുതകരമായാണ് യാക്കോബിനെ ഏശാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചത്. ഏശാവിൻ്റെ മക്കൾക്ക് ഒരിക്കലും യാക്കോബിനെയോ യാക്കോബിൻ്റെ മക്കളെയോ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. അതായിരുന്നു അവരുടെ പ്രശ്നം. എന്തുകൊണ്ടാണ് അവർ യാക്കോബിനെ ദ്വേഷിച്ചത് എന്ന് അന്വേഷിച്ചാൽ ഒരു പക്ഷേ അവൻ്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തതുകൊണ്ടായിരിക്കാം. സാമ്പത്തികമായി യാതൊരു കുഴപ്പവും ഏശാവിനുണ്ടായില്ല. എന്നാൽ യാക്കോബ്, അയാളുടെ മക്കൾ അടിമകളായി മാറി. എന്നാൽ ദൈവം ഇസ്രായേലിനെ, യാക്കോബിൻ്റെ മക്കളെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. ദൈവം തിരഞ്ഞെടുത്ത ആളുകളെ ദ്വേഷിക്കുക എന്നുള്ളത് ഈ ലോകത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. വളരെയധികം കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിക്കാൻ സാധിക്കും, എങ്കിലും ചുരുക്കം ചില കാര്യങ്ങൾ ഞാൻ പറയാം. പാശ്ചാത്യ രാജ്യത്ത് പല രാജ്യങ്ങളും ക്രിസ്തീയ രാജ്യങ്ങൾ ആയിരുന്നു. ഇപ്പോഴത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ ഏത് മതവിഭാഗത്തിൻ്റെ പുസ്തകം പഠിപ്പിക്കാനോ അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ ആർക്കും ഒരു തടസ്സവുമില്ല. എന്നാൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ, ഏതെങ്കിലും ഒരു സ്ട്രീറ്റിൽ നിന്ന് ആരെങ്കിലും പുതിയ നിയമമോ ബൈബിളിലെ കാര്യങ്ങളോ പ്രസംഗിച്ചാൽ അവർ പറയും, ഇത് വർഗീയതയാണ്, നിങ്ങൾ മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല, ഒരു മതം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. എന്നാൽ അതേ യൂണിവേഴ്സിറ്റിയിൽ, അതേ സ്ട്രീറ്റിൽ എല്ലാ മറ്റ് മതങ്ങൾക്കും അവരുടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാനുള്ള അവകാശമുണ്ട്. അവരുടെ പുസ്തകം അനുസരിക്കാൻ, അത് പഠിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ബൈബിൾ പഠിപ്പിച്ചാൽ അത് തെറ്റാണ്. ഇത് തന്നെയാണ് 10 കൽപ്പനയോടും.
ദൈവം തിരഞ്ഞെടുത്ത ജാതിയാണ് യഹൂദന്മാർ. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും അവരെ എതിർക്കുന്നു, അവരെ വെറുക്കുന്നു. രാഷ്ട്രീയമായി പരിശോധിച്ചാൽ അവർ ചെയ്ത പല കാര്യങ്ങളും ശരിയായിരുന്നു. എന്നാൽ എവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി അവരുമായൊരു യുദ്ധമുണ്ടായാൽ പ്രതി യഹൂദന്മാരാകും. കാരണം ഒന്നേ ഉള്ളൂ, ദൈവം തിരഞ്ഞെടുത്തവരെ ഈ ലോകം വെറുത്തുകൊണ്ടേയിരിക്കും. അതായിരിക്കും ലോകാവസാനം വരെ നടക്കാൻ പോകുന്നത്. ഇനി മറ്റൊരു കാര്യം, യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു, ദൈവം തിരഞ്ഞെടുത്തു. അത് മലാക്കി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യാക്കോബ് ഏശാവിൻ്റെ ജ്യേഷ്ഠാവകാശം ചതിച്ച് എടുത്തു, അത് ശരിയാണ്. എന്നാൽ ആ സമയത്ത് ഇസഹാക്ക് തൻ്റെ മകനായ യാക്കോബിനെ അനുഗ്രഹിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്. അത് 27:29 നമ്മൾ വായിക്കുന്നു. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ, നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കുക, നിന്റെ മാതാവിൻ്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ. നിന്നെ ശപിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ, നിന്നെ അനുഗ്രഹിക്കുന്നവനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ. അപ്പോൾ ഏശാവ് ശപിക്കപ്പെട്ടു എന്നാണ് നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത്. ശരിയാണ്, അനുഗ്രഹം യാക്കോബിനാണ് ലഭിച്ചത്. എന്നാൽ അതേ അനുഗ്രഹം ഏശാവിനും ലഭിക്കുമായിരുന്നു. ഒരു കാര്യം ചെയ്താൽ മതി. അതെന്താണ്? ഈ ഏശാവ് യാക്കോബിനെ അനുഗ്രഹിച്ചാൽ മതി. കാരണം ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. എന്നാൽ ഏശാവിന്, അവൻ്റെ മക്കൾക്ക് അത് കഴിഞ്ഞില്ല. അവർ അവരുടെ ഉള്ളിലുള്ള പക വെച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ നിങ്ങളുടെ നാട്ടിൽ കൂടെ ഞങ്ങളൊന്ന് കടന്നു പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പോലും അനുവദിക്കാതിരുന്നത്. അതിന് ദൂരവ്യാപകമായ ഫലമുണ്ടായി. ആമോസിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, അവിടെ പ്രവാചകൻ ഏദോമിനെ കുറിച്ചാണ് പറയുന്നത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഏദോമിൻ്റെ 3-4 അതിക്രമ നിമിത്തം അവൻ തൻ്റെ സഹോദരനെ വാളോടുകൂടെ പിന്തുടർന്ന് തൻ്റെ കോപം സദാകാലം കടിച്ചു കീറുവാൻ തക്കവണ്ണം സഹതാപം വിട്ടുകളയും ദ്വേഷ്യം സദാകാലം മറച്ചു വെച്ചുകൊള്ളുകയും ചെയ്തിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കി കളയില്ല. അപ്പോൾ ദൈവം ഏദോമിനെ ശിക്ഷിക്കുന്നതിൻ്റെ കാരണം ഏദോമ്യർ സദാകാലവും ഇസ്രായേലിനോടുള്ള പക വെച്ചുകൊണ്ടേയിരുന്നു. ബൈബിളിൽ പഴയ നിയമത്തിൽ ഒറ്റ അധ്യായമുള്ള ഒരു പുസ്തകമാണ് ഓബദ്യാവ്. ആ ഓബദ്യാവിൻ്റെ പുസ്തകത്തിലെ ഒരേ ഒരു വിഷയം, ദൈവം എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഏദോമ്യരെ ശിക്ഷിക്കുന്നതെന്നാണ്. അവിടെ വായിക്കുന്നത്, നിന്റെ സഹോദരനായ യാക്കോബിനോട് നീ ചെയ്ത സാഹസ നിമിത്തം ലജ്ജ നിന്നെ മൂടിക്കളയും, നീ സദാകാലത്തേക്കും ഛേദിക്കപ്പെടും. ഇസ്രായേൽ മക്കൾ ദൈവത്തെ അനുസരിക്കാതിരുന്നപ്പോൾ അവരെ ശിക്ഷിച്ചു. എന്നാൽ ഏദോമ്യരോട് പറയുന്നത്, നിങ്ങൾ യാക്കോബിനോട്, അതായത് ഇസ്രായേൽ മക്കളോട് ചെയ്ത സാഹസ നിമിത്തം നീ സദാകാലത്തേക്കും ഛേദിക്കപ്പെടും. എനിക്ക് വിശദീകരിക്കാൻ സമയമില്ലെങ്കിൽ ഞാൻ പെട്ടെന്നൊരു കാര്യം പറയട്ടെ. ഏദോമ്യർ ഇസ്രായേൽ മക്കളോട് ചെയ്ത ക്രൂരത നിമിത്തം ദൈവം അവരെ സദാകാലത്തേക്കും ഇല്ലാതാക്കി. എന്നുവച്ചാൽ ഇന്ന് ഏദോമ്യർ എന്ന കൂട്ടർ ലോകത്തിലില്ല. യഹൂദന്മാരെന്നുമുണ്ട്. അവർ ഈ ലോകാവസാനത്തോളം ഉണ്ടായിരിക്കുകയും ചെയ്യും. ഏദോമ്യരുടെ പ്രശ്നമെന്തായിരുന്നു? അവർക്ക് ഇസ്രായേൽ മക്കളോട് ക്ഷമിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, അവർ അവരുടെ പക മുറുകെ പിടിച്ചുകൊണ്ടേയിരുന്നു. പക വലിയ അപകടം ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ, ദേഷ്യമുണ്ടെങ്കിൽ, അത് നിങ്ങളെയാണ് നശിപ്പിക്കുന്നത്. നിങ്ങളെ തന്നെ അതില്ലാതാക്കും. അതുകൊണ്ട് മനഃപൂർവ്വം മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും വിട്ടുകളയുക. ദൈവമക്കൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം, ശപിക്കുന്നവരാകരുത്. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുവാൻ നാം ഉത്സുകരായിരിക്കണം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.